ഓം ബ്രഹ്മദേവായ നമ. ഓം ബ്രഹ്മദേവായ നമ. ഓം ബ്രഹ്മദേവായ നമ. ഓം ബ്രഹ്മദേവായ നമ. ഹേ മഹിഷാസുര, നിന്റെ തപസ്സിൽ നാം സംപ്രീതനായിരിക്കുന്നു. നീ എൻ്റെ നല്ല ഭക്തനാണെന്ന് നാം മനസ്സിലാക്കുന്നു. നീ നിന്റെ തപസ് അവസാനിപ്പിച്ച് ഇഷ്ടമുള്ള വരം ചോദിച്ചുള്ളൂ. പ്രണാമം ബ്രഹ്മദേവ. ത്രിമൂർത്തികളിൽ പ്രധാനിയായ അങ്ങേക്ക് നൽകാൻ കഴിയാത്ത വരങ്ങളൊന്നുമില്ലെന്ന് എനിക്കറിയാം. അങ്ങെനിക്ക് അമരത്വം നൽകി അനുഗ്രഹിച്ചാലും എനിക്കൊരിക്കലും മരണമുണ്ടാകരുത്. ഹേ മഹിഷാസുര, അമരത്വം എന്ന വരം ആർക്കും നൽകാൻ കഴിയുകയില്ല. ബ്രഹ്മദേവ, ഈ എളിയവൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരില്ലെന്നാണോ? ഞാൻ ഇത്രയും നാൾ ചെയ്ത കൊടും തപസ് വെറുതെയാകുമെന്നാണോ അങ്ങ് പറയുന്നത്? മഹിഷാസുര, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നശിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ നീ വ്യാകുലപ്പെടേണ്ടതില്ല. ജനനത്തോടൊപ്പം എല്ലാവരുടെയും മരണവും കുറിക്കപ്പെട്ടിരിക്കുന്നു. അത് തടയുവാൻ ആർക്കും സാധ്യമല്ല. അതാണ് പ്രപഞ്ച നിയമം. അതിനാൽ നീ ഈ വരമൊഴികെ മറ്റെന്തും ചോദിച്ചുകൊള്ളുക. ബ്രഹ്മദേവ, എന്നാൽ എനിക്ക് അങ്ങ് മറ്റൊരു വരം നൽകി അനുഗ്രഹിച്ചാലും എനിക്ക് മരണമുണ്ടാവുകയാണെങ്കിൽ അതൊരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമായിരിക്കണം. സ്ത്രീകൾക്കല്ലാതെ മറ്റാർക്കും എന്നെ വധിക്കാൻ കഴിയരുത്. ശരി മഹിഷാസുര, സ്ത്രീകളുടെ കൈകളാലല്ലാതെ നിനക്ക് മരണമുണ്ടാകുകയില്ല. ഈ വരം നിനക്ക് നാം നൽകുന്നു. മംഗളം ഭവന്തു. ഈ ബ്രഹ്മാവ് എന്തൊരു മൂഢനാണ്. ഞാൻ അദ്ദേഹത്തെ കബളിപ്പിച്ചു. ഫലത്തിൽ അമരത്വം എന്ന വരം ഞാൻ നേടിയെടുത്തു. കാരണം ഇത്രയും ശക്തനായ എന്നെ വധിക്കുവാൻ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സ്ത്രീക്കും കഴിയുകയില്ല. ഞാൻ അമരത്വം നേടി. വരൂ, നമുക്ക് ചോദിക്കാം. അല്ലയോ ദേവാധിപതിയായ ദേവേന്ദ്രമന്ന, അവിടുത്തേക്ക് ഉർവശി മേനകമാരുടെ പ്രണാമം. പ്രണാമം. വളരെ കാലങ്ങളായി ഞങ്ങൾ ഇരുവരുടെയും മനസ്സിലുള്ള സന്ദേഹം അങ്ങ് ഇന്നെങ്കിലും തീർത്തു തരണം. പറയൂ, എന്താണ് നിങ്ങളുടെ സംശയം? അത് മറ്റൊന്നുമല്ല, ഞങ്ങളിൽ ആരാണ് മികച്ച നർത്തകി എന്നുള്ളത് തന്നെ. അതിനെന്താ, നിങ്ങളെന്റെ മുന്നിൽ നൃത്തം ചെയ്യൂ. അത് കണ്ടിട്ട് നിങ്ങളിൽ ആരാണ് മികച്ച നർത്തകിയെന്ന് നോം പ്രഖ്യാപിക്കാം. എന്നാൽ നൃത്തം തുടങ്ങിക്കോളൂ. കനകമണി സഭയിൽ കാഞ്ചന നോപുര പദതാളമുണർത്തും നർത്തകി കനകമണി സഭയിൽ കാഞ്ചന നോപുര പദതാളമുണർത്തും നർത്തകി നർത്തകി ലയഭാവലയതാളധ്വനി സംഗമ നർത്തന മണ്ഡപ നടയിൽ അർച്ചന മലരായിട അർച്ചന മലരായിട കനകമണി സഭയിൽ കാഞ്ചന നൂപുര പദതാളം ഉണർത്തും നർത്തകി മൂന്നു ലോകങ്ങളിൽ
പദനീന പദനീന ധനിസ 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 സരി സരി ധനിസ പദനി ധനി പദനി സരി പദനി ധനി ധനി പദനി ധനി ധനി പദനി സരി അഗനി സരി ധനി സരി ഓ, നാമും കുഴങ്ങിയല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ച് നൃത്തം ചെയ്തു. അതിനാൽ രണ്ടുപേരും ഒരേപോലെ മികച്ചവർ തന്നെ. രണ്ടുപേരെയും നാം വിജയികളായി പ്രഖ്യാപിക്കുന്നു. ഇതാ, രണ്ടുപേരും എൻ്റെ ഈ ഉപഹാരങ്ങൾ സ്വീകരിക്കൂ. രക്ഷിക്കൂ ദേവേന്ദ്ര മഹാരാജാവേ, ആ മഹിഷാസുരൻ നമ്മുടെ സൈന്യത്തെ എല്ലാം പരാജയപ്പെടുത്തി അങ്ങയുമായി യുദ്ധത്തിനായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി എന്ത് ചെയ്യും? എന്ത്? അവനെത്ര ധിക്കാരമോ? ഹാ 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 ഹാ. ദേവേന്ദ്ര, എന്താ നീ ഭയന്നുപോയോ? ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോഴെന്നോട് യുദ്ധത്തിന് വരൂ. അല്ലെങ്കിൽ നിന്റെ ദേവസിംഹാസനം എന്നെ ഏൽപ്പിച്ച് ഇവിടെ നോടി രക്ഷപ്പെട്ടുകൊള്ളൂ. ഹാ 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 ഹാ. മഹിഷാസുര, നിന്നെ ഞാൻ പലതവണ പരാജയപ്പെടുത്തി വിട്ടതല്ലേ? പിന്നെ എങ്ങനെ ധൈര്യം വന്നു വീണ്ടും ഈ ദേവലോകത്ത് വരാൻ? ഇനിയും തോൽവി ഏറ്റുവാങ്ങാനാണോ നീ വന്നത്? അതൊക്കെ വെറും പഴങ്കഥ. നിന്നെ ഇന്ന് ഞാൻ യുദ്ധം ചെയ്തു വധിക്കും. വേഗം യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളൂ. ഞാൻ ഇന്ദ്രനെ കീഴടക്കി, ദേവലോകം കീഴടക്കി, ഇന്ദ്രനെ തോൽപ്പിച്ചോടിച്ചു. ഇനി മുതൽ ഞാനാണ് ദേവന്മാരുടെ രാജാവ്, അസുരന്മാരുടെ രാജാവ്. ഹാ 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 ഹാ. ഇനി ഈ പ്രപഞ്ചം മുഴുവനും എനിക്ക് സ്വന്തം. ഹാ 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 ഹാ. ഓ, ഞാനിനി എന്തു ചെയ്യും? എന്റെ ദേവസിംഹാസനവും ദേവലോകവും ആ ദുഷ്ടൻ കൈക്കലാക്കിയല്ലോ. ഇനി അവനെ വധിക്കാൻ എനിക്ക് കഴിയുകയുമില്ല. ഇനി എന്താണ് വഴി? അതെ, ഇനി ഏക ആശ്രയം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ തന്നെ. അവർക്ക് മാത്രമേ ഇനി എന്നെ സഹായിക്കാൻ കഴിയൂ. ഓം നമോ നാരായണ. ഓം നമ ശിവായ. ഓം ബ്രഹ്മദേവായ നമ. ദേവേന്ദ്ര, എന്താണ് വ്യാകുലപ്പെട്ട് നിൽക്കുന്നത്? ഈ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞാലും. എന്നെ രക്ഷിച്ചാലും
ആ ക്രൂരനായ മഹിഷാസുരൻ എന്നെ തോൽപ്പിച്ച് ദേവലോകം കൈക്കലാക്കി എന്നെ ആട്ടിപ്പായിച്ചിരിക്കുകയാണ്. രക്ഷിച്ചാലും ആ മഹിഷാസുരന്റെ ക്രൂരതകൾ അവസാനിപ്പിച്ച് എനിക്ക് ദേവസിംഹാസനം തിരികെ തന്നാലും നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അല്ലയോ ദേവേന്ദ്ര, അവനെ വധിക്കുവാൻ അത്ര എളുപ്പമല്ല. അവൻ എൻ്റെ കയ്യിൽ നിന്നും വരം നേടിയിട്ടുണ്ട്. ആ വരബലത്താൽ അവനെ വധിക്കുവാൻ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. പിന്നെ എന്താണൊരു മാർഗം? അവന് നൽകിയ വരമനുസരിച്ച് ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ നിഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സ്ത്രീ ഇപ്പോൾ ഈ 3 ലോകങ്ങളിൽ ഇല്ലാതാനും. അതിനാൽ അങ്ങനെയുള്ളൊരു സ്ത്രീയെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അങ്ങനെയൊരു സ്ത്രീയെ സൃഷ്ടിച്ചാലും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയുകയില്ല. ശരി, അങ്ങനെ തന്നെ ആകട്ടെ. गिरिनन्दिनि नन्दितमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्द्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते सुरवरवर्षिणि दुर्धरधर्षिणि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते तनुजनिरोषिणि दितिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते अयि जगदम्ब मदम्ब कदम्ब वनप्रियवासिनि हासरते शिखरि शिरोमणि तुङ्ग हिमालय शृङ्गनिजालय मध्यगते मधु मधुरे मधु कैटभगञ्जिनि कैटभभञ्जिनि रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते അമ്മേ മഹാമായി, അടിയങ്ങളുടെ ആശ്രയം അവിടുന്ന് മാത്രം. ആദിപരാശക്തിയായ അവിടുന്ന് മഹിഷാസുരനിൽ നിന്നും ഈ 3 ലോകങ്ങളെയും രക്ഷിച്ചാലും. ആ മഹിഷാസുരന്റെ അഹങ്കാരവും ക്രൂരതയും നാം അറിയുന്നു. അവനെ നിഗ്രഹിക്കാൻ ഇനിയും താമസിപ്പിച്ചുകൂടാ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും കൂടി നാം ഇതാ അതിനായി പുറപ്പെടുകയായി. മംഗളം ഭവതു. ഈ ദേവലോകത്തെ ജീവിതം എത്ര സുഖകരമാണ്, എത്ര സുഖകരമാണ്. ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഇതെല്ലാം ഞാൻ ചെയ്ത കൊടും തപസ്സിൻ്റെ ഫലം. ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ആർക്കും. എവിടെ ദേവലോകത്തെ സുന്ദരിമാരായ നർത്തകിമാർ? വരൂ, നിങ്ങൾ വന്നെന്റെ മുന്നിൽ നൃത്തം ചെയ്യൂ. ഈ സന്തോഷം ഞാൻ ആഘോഷിക്കട്ടെ, ഞാൻ ആഘോഷിക്കട്ടെ. വരൂ.
rum ta dhalam kutakate kudade tangidatige tarigidatige ta jum taka jum jum ta takita ta ta jum kidatige jum ta tanum ta rum ta takita tade tangidatige tarigidatige ta tagita ta dhanata ta runata ta dinita ta dajum tatanum tatarum tagadim takidatige tangidatige tarigidatige ta rum ta dhalam kutakate kudade tangidatige tarigidatige ta jum taka jum jum ta takita ta jum kidadige jum ta tanum ta rum ta takita tade tangidatige tarigidatige ta tagita ta dhanata ta runata ta dinita ta dajum tatanum tatarum tagadim takidatige tangidatige tarigidatige ta. കൊള്ളാം. നിങ്ങളുടെ നൃത്തം വളരെ മനോഹരമായിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. നിങ്ങൾ അകത്തേക്ക് പോയിക്കൊള്ളൂ. ഹാ 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 ഹാ. എന്ത്? ഹേയ് സുന്ദരി, നീ ആരാണ്? ഈ ദേവലോകത്ത് നീ എങ്ങനെ വന്നു? ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭവതി പറയൂ, നീ ആരാണ്? നിന്നെ ഞാൻ എൻ്റെ ധർമ്മപത്നിയാക്കാൻ ആഗ്രഹിക്കുന്നു. നീ അതിന് തയ്യാറായിക്കൊള്ളൂ. എന്നോളം ശക്തിയുള്ളവരാരും ഈ ലോകത്തെവിടെയുമില്ല. ഹാ 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 ഹാ. അല്ലയോ മഹിഷാസുര, 3 ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തൻ നീയാണെന്നല്ലേ നീ പറയുന്നത്? അതെല്ലാം ശരിയായിരിക്കാം. എന്നാൽ നമ്മെക്കാളും ശക്തിയുള്ള ഒരാളെ മാത്രമേ നാം വിവാഹം കഴിക്കുകയുള്ളൂ. അത് നമ്മുടെ പ്രതിജ്ഞയാണ്. നീ നമ്മെക്കാളും ശക്തനാണെങ്കിൽ നമ്മെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കൂ. എങ്കിൽ നിന്റെ പത്നിവധം അലങ്കരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ കാണട്ടെ നിന്റെ ശൗര്യം. ഭവതി എന്താ കളി പറയുകയാണോ? എത്രയെത്ര വീരന്മാർ എൻ്റെ ഈ വാളിനിരയായിട്ടുണ്ടെന്നുള്ളത് അറിയില്ലേ? ദേവേന്ദ്രൻ പോലും എന്നെ ഭയന്ന് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. പിന്നെയാണ് വെറും ഒരു സ്ത്രീയായ നീ. നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കൂ. അതാണ് നിനക്ക് നല്ലത്. എന്നാൽ കാണട്ടെ നിന്റെ ശൗര്യം. നിന്നോട് യുദ്ധം ചെയ്യാൻ നാം തയ്യാറായി നിൽക്കുന്നു. ദേവി, അവിടുന്ന് അസുര നിഗ്രഹം ചെയ്ത് ഈ ലോകത്തെ വലിയ വിപത്തിൽ നിന്നും കാത്തുരക്ഷിച്ചു. അവിടുന്ന് ഇനി കോപമടക്കിയാലും
ആദിപരാശക്തിയായ ദേവി, അവിടുത്തെ ശക്തിയില്ലാതെ ഈ 3 ലോകങ്ങളിലും ഒരു ഉറുമ്പിന് പോലും ചലിക്കാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാം അവിടുത്തെ കാരുണ്യം. അസുര നിഗ്രഹം കഴിഞ്ഞ സ്ഥിതിക്ക് അവിടുന്ന് ഈ 3 ലോകങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ കുടികൊണ്ടാലും. ഇതാണ് ഞങ്ങളുടെ ഏവരുടെയും ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകും. ഈ പുണ്യക്ഷേത്രത്തിലും മംഗളം ഭവിക്കട്ടെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. നന്ദി.